പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മളുടെ ബെല്ലി ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യും. 100% എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഹെൽത്ത് വൈസ് പ്രോബ്ലംസ് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ആക്കാൻ പാടില്ല. ഹെൽത്ത് വൈസ് നിങ്ങൾ ഓക്കെയാണ്, ഒബിസിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ വയറ് മാത്രം ഒരുപാട് തൂങ്ങിയ പോലെ ചാടിയ പോലെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടും ഓവർ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത്. വെയിറ്റ് ലോസ് ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമ്മൾ ആദ്യം കുറച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും നിങ്ങൾ വെള്ളം എടുക്കുമ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി കൂടുതലായിട്ട് എടുക്കാൻ നോക്കുക. ഇതിലിപ്പോൾ നിങ്ങൾ 3 നേരമാണ് ഈ വെള്ളം കുടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 3.5 ഗ്ലാസ് വെള്ളം യൂസ് ചെയ്യുക. 2 നേരമാണെന്നുണ്ടെങ്കിൽ 2.5 ഗ്ലാസ് വെള്ളം യൂസ് ചെയ്യുക. ഞാനിപ്പോൾ 2 നേരമായിട്ടാണ് കുടിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ 2.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2.5 ഗ്ലാസ് വെള്ളം നല്ല രീതിയിൽ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ഒരു മൂടി ഉപയോഗിച്ച് വെച്ചിട്ട് നമ്മൾ തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിള വരും. അപ്പോൾ ഇത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുകയാണ്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ജിഞ്ചറാണ്, അതായത് ഇഞ്ചി. ഇത് നമ്മൾ ചെറിയൊരു പീസ് നമ്മളൊരു കുഞ്ഞളവിൽ എടുക്കുക. അതൊന്ന് ചെറിയ പീസസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ സത്തതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഈ ജിഞ്ചർ നമ്മളിവിടെ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളെ ബ്ലഡ് ഷുഗറിനെ ബാലൻസ് ചെയ്യും. കൂടാതെ നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ LDL കൊളസ്ട്രോളിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ ആ ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ വയറ് അധികമായിട്ടുള്ള അവസ്ഥ, പൊണ്ണത്തടി, ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്രയും ഗുണങ്ങളുള്ളതാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിൽ ഇഞ്ചി ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഇഞ്ചി കുറച്ച് നേരം ഇതിലിട്ട ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ച് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്ത് വെച്ച ശേഷം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ലെമണാണ്. നാരങ്ങ നമുക്ക് എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് നാരങ്ങ. എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല രീതിയിൽ നമ്മളിപ്പോൾ ചുമ്മാ ഒരു നാരങ്ങ വെള്ളം കുടിച്ചാൽ പോലും നമുക്ക് വയറ് നിറഞ്ഞൊരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. കൂടാതെ നമ്മുടെ ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ ലോ കലോറീസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാലും വയറ് നല്ല ഫുൾഫിൽഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് വേറൊന്നും കഴിക്കാനായിട്ട് തോന്നില്ല. അപ്പോൾ മെറ്റബോളിസത്തിന് ഇത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ളതാണ് ലെമൺ. അതുകൊണ്ടാണ് നമ്മൾ ലെമണും എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ലെമണിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു ഹാഫ് ലെമണാണ്. അതായത് ഒരു ലെമൺ 2ആയിട്ട് മുറിച്ചതിൻ്റെ പാതി ഭാഗമാണ് നമ്മളിതിൽ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ഹണിയാണ്. ഒരുപാട് പ്യൂറായിട്ടുള്ള ഹണിയൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല. ഇതിപ്പോൾ ഡാബറിൻ്റെ ഹണിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 1 സ്പൂൺ ഹണിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹണി എന്ന് പറയുന്നതും നല്ല രീതിയിൽ ഫാറ്റിനെ ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹോർമോൺസ് അടങ്ങിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ വിശപ്പിനെ കെടുത്തും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് ലോസിന് ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഫുഡിലും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ ആഡ് ചെയ്യുന്ന അടുത്ത സാധനം. അപ്പോൾ ഇത് 3 നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിത് യൂസ് ആക്കാം. 2 നേരമായിട്ട് നമുക്കിത് യൂസ് ആക്കാം.